കണ്ടോ ഈ ലക്ഷണോപദേശവും മറ്റും വെറുതെ നമ്മൾ നിന്നാൽ അസാധ്യമായുള്ളൊരു കർമ്മവും നിർണയമെങ്കിലും ഇത് കേൾക്ക് നീ ദൃശ്യമായുള്ള ഒരു രാജ്യദേഹാദിയും ആ ദൃശ്യമായ ലക്ഷണ വെറും ദൃശ്യമായിട്ടുള്ള ഈ രാജ്യം ശരീരം എന്ന് പറഞ്ഞാൽ എന്താ? ഇതാ അനിയാ നീയും ഞാനും ഒക്കെ വെറും ദൃശ്യം. ഈ ശരീരമെന്ന നിലയിൽ നീയും ഞാനും സീതയും ദശരഥനും കൈകേയിയും, നിനക്ക് കൈകേയി അമ്മയോട് ഇത്ര ദേഷ്യം ഒന്നുമില്ലടേ, കൈകേയി അമ്മയും ഒക്കെ വെറും ദൃശ്യം, ഒന്നുമില്ല, നീ ബഹളം കൂട്ടാൻ ഒന്നുമില്ല. ദൃശ്യമായുള്ള ഒരു രാജ്യദേഹാദിയും എന്തിന്? വിശ്വവും, ഈ പ്രപഞ്ചം മുഴുവൻ ദൃശ്യം, അതുകൊണ്ട് ഇല്ല, മിഥ്യ. ദൃശ്യമായുള്ള ഒരു രാജ്യദേഹാദിയും വിശ്വവും നിശേഷ ധാന്യധനാദിയും, ധാന്യം ധനം എന്ന് വിചാരിച്ചൊന്നും ആർക്കും വിട്ടുകൊടുക്കുകയും മറ്റും വേണ്ട. ഇവിടെ എന്താ വിട്ടുകൊടുക്കുന്നത്? അച്ഛൻ ഭരതനെ രാജാവാക്കാൻ തീരുമാനിച്ചു, എന്നെ കാട്ടിലയക്കാൻ തീരുമാനിച്ചു. അച്ഛന്റെ നിർദ്ദേശം ഞാൻ അംഗീകരിക്കുന്നു. അല്ലാതെ ഞാൻ ഈ വെറും കാഴ്ച അച്ഛനെപ്പോലും വെല്ലുവിളിച്ചുകൊണ്ട് ഈ കാഴ്ചയിൽ ഞാൻ തങ്ങി നിന്നതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല, ഒരു പ്രയോജനവും. ദൃശ്യമായുള്ള ഒരു രാജ്യദേഹാദിയും വിശ്വവും നിശേഷധാന്യധനാദിയും സത്യമെന്നാകിലേ തൽപ്രയാസന്തവയുക്തം. ഇടാനയാ ഇതൊക്കെ സത്യമാണെങ്കിൽ നീ ഈ കിടന്ന് ബഹളം കാണിച്ച് ഞാനിപ്പോ അച്ഛനെ ജയിലിലാക്കി കളയും. അച്ഛനെ ജയിലിലാക്കിക്കോ, പക്ഷെ ജയിലിലാക്കുന്ന അച്ഛനുമില്ല, ജയിലുമില്ല, നീയുമില്ല, ഞാനുമില്ല. പിന്നെ എന്തിനാണ് ഇവിടെ കിടന്ന് ഈ ബഹളം ഉണ്ടാക്കുന്നത്? ന്യായമായിട്ടൊക്കെ വരുമ്പോ ഒരു നാടകത്തിലെന്ന പോലെ നമുക്കത് കൈകാര്യം ചെയ്യാം, ഒരു വിരോധവുമില്ല. സത്യമെന്നാകിലേ തൽപ്രയാസം തവയുക്തം, അല്ല എന്തതിനാൽ ഫലം. അങ്ങനെയല്ല ചേട്ടാ, അങ്ങനെയല്ല. ഈ രാജ്യം കിട്ടിയാൽ നമുക്ക് നല്ല ഭക്ഷണം കഴിക്കാം, കൊട്ടാരത്തിൽ താമസിക്കാം, ഒട്ടേറെ ലോകഭോഗങ്ങൾ അനുഭവിക്കാം. ഒന്നും സാരമില്ലേ, ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം. ആ ഭോഗമൊക്കെ സൂക്ഷിച്ചനുഭവിച്ചില്ലെങ്കിൽ ജീവിതാവസാനം പൂർണ്ണ നരകത്തിൽ കൊണ്ടെത്തിക്കും. ഈ രാജഭോഗങ്ങൾ വെറും ഭക്ഷണം സൂക്ഷിച്ചനുഭവിച്ചില്ലെങ്കിൽ ഒരു ഘട്ടത്തിലെത്തുമ്പോൾ ഭക്ഷിക്കാനുള്ള ആഗ്രഹം വളരെ കടുപ്പം, പക്ഷെ ഒന്നും ഭക്ഷിക്കാൻ നിവർത്തിയില്ല. ചുറ്റുപാടുമെല്ലാം പാത്രങ്ങളിലെങ്ങനെ നിറച്ച് രുചികരങ്ങളായ ഭക്ഷണങ്ങൾ, പക്ഷെ ഒന്നും തൊടാൻ വയ്യ. ആഗ്രഹമോ പണ്ടത്തേതിനേക്കാൾ കൂടുതൽ. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടില്ലേ, ഒരാൾ മരിക്കാൻ കിടക്കുന്നു, ഒരാൾ ചെന്നപ്പോൾ പറയുകയാണെങ്കിൽ തീരെ രോഗിയായിട്ട് കിടക്കുക, സ്നേഹിത എനിക്കിനി ആ തൈർശാദം ഇനി എന്ന് കഴിക്കാൻ പറ്റും? ഞാൻ ഇഷ്ടം പോലെ കഴിച്ചാണ്, എനിക്ക് ഇനിയും അതിൻ്റെ ആശ ഒട്ടും തീർന്നിട്ടില്ല, ഇനി എന്നാണ് കഴിക്കാൻ തുറക്കുക? അദ്ദേഹത്തിന് എന്ത് സംഭവിക്കുന്നു? അദ്ദേഹത്തോട് മരിക്കാൻ സമയത്ത് നാരായണനെ ചിന്തിച്ചുകൊണ്ട് മരിക്കാൻ പറയണം. മരിക്കണം എന്ന് പറഞ്ഞാൽ നിശ്ചയമായിട്ടും സാധിക്കില്ല. അദ്ദേഹം തൈർശാദത്തെ ധ്യാനിച്ചുകൊണ്ട് തന്നെ മരിക്കും. യാതൊരു നേരം പോക്കൊന്നുമല്ലിത്. തൈർശാദമെന്ന് ഞാൻ പറയുന്നത് അതുപോലുള്ള ലോകസുഖങ്ങൾ ഒക്കെ ക്ഷണപ്രഭാ ചഞ്ചലൻ. അനുഭവിക്കുമ്പോൾ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു, അനുഭവിക്കുന്ന നിമിഷം അത് തീരുന്നു, അതിൻ്റെ മേന്മയെല്ലാം തീരുന്നു. പക്ഷേ മറ്റൊരു വലിയ ദുരിതം അതുണ്ടാക്കുന്നു. അനുഭവിക്കും തോറും പോരാ, അത് വീണ്ടും അനുഭവിക്കണമെന്നുള്ള ഉത്കടമായ ആഗ്രഹം. ന കാമകാമാനാം ഉപഭോഗേന ശാമ്യതി ഹവിഷ കൃഷ്ണവർത്തമേവ ഭൂയയേവ അഭിവർത്തത്തെ. ഇതാണ് ഭാരതീയ ചിന്തയും പാശ്ചാത്യ ചിന്തയും തമ്മിലുള്ള അങ്ങേയറ്റത്തെ വ്യത്യാസം. പാശ്ചാത്യ ചിന്തകന്മാർ, ചിലർ ഫ്രോയിഡിനെ പോലുള്ളവർ ചിലർ പറയുന്നു എന്ന് കേട്ടിട്ടുണ്ട്, അനുഭവിച്ചു തീർക്കൂ കാമങ്ങളൊക്കെ. എന്ത് വിഡ്ഢിത്തമാണ്! അനുഭവിക്കും തോറും ഹവിഷ കൃഷ്ണവർത്തമേവ, നെയ്യൊഴിച്ച് തീകെടുത്തുന്നത് പോലെയാണെന്നാണ്
നമ്മുടെ ഋഷീശ്വരന്മാർ പറയുന്ന നിങ്ങളൊരു കാമം അനുഭവിച്ചു തീർക്കുന്നു. നെയ്യൊഴിക്കുമ്പോൾ അഗ്നി കെട്ടതുപോലെ തോന്നും. അല്പം കഴിയുമ്പോൾ പണ്ടത്തേതിലും ശക്തമായി പടർന്ന് പറ്റും. അതുപോലാണ്. തത്വബോധം ഇല്ലാതെ അനുഭവിക്കൂ. പക്ഷെ എന്തുണ്ടതിൽ? അതുകൂടെ ഓർമ്മിക്കണം. രാമനെപ്പോലെ തത്വബോധം ഉൾക്കൊള്ളൂ. ക്ഷണപ്രഭാ ചഞ്ചലം, വെറും മിന്നൽ പിണർ പോലെ പ്രകാശിക്കുന്നു, ഇല്ലാതാവും. സകല സുഖങ്ങളും വലിയ കൊട്ടാരങ്ങളിൽ താമസിക്കുന്ന ചക്രവർത്തിമാരുടെ സുഖങ്ങൾ ഞാൻ ആലോചിച്ചിട്ടുണ്ട്. ഈ ചരിത്രം വായിച്ചാൽ എത്രയോ ചക്രവർത്തിമാരെ ഒടുവിൽ മക്കൾ വിളിച്ച് ജയിലിലിടുകയാണ്. ആ ജയിലിൽ കിടക്കുമ്പോൾ താൻ അനുഭവിച്ച കൊട്ടാരത്തിലെ സുഖം മറക്കാൻ അയാൾക്ക് കഴിയുമോ? എങ്കിലയാൾ ബ്രഹ്മനിഷ്ഠൻ. നേരെ മറിച്ച് കണ്ണുനീർ വാർക്കുകയാണ് അവിടെ കിടന്നു. കഷ്ടം, ഞാൻ ഇന്നലെ വരെ എത്ര വലിയ കൊട്ടാരത്തിൽ ജീവിച്ചവൻ, ഇന്നെനിക്ക് ഈ സ്ഥിതി വന്നല്ലോ. അതല്ലേ ഒരു ചരിത്രകാരൻ എഴുതിയിട്ടുണ്ട്. നമ്മുടെ മുസ്ലിം ഭരണകാലത്ത് അച്ഛനെ മകൻ പിടിച്ച് ആഗ്ര ജയിലിൽ അടച്ചു. അദ്ദേഹം ദാഹിച്ചു വെള്ളം ചോദിച്ചു. മകനും മറ്റും അവിടെ അച്ഛനും ഇല്ല, ഒന്നുമില്ല, ചെളി കലക്കിയ വെള്ളം കൊടുത്തയച്ചു എന്നാണ് അച്ഛന് കുടിക്കാൻ. ഇതൊരു ചരിത്രകാരൻ എഴുതി വച്ചിരിക്കുകയാണ്. നേരെ മറിച്ച് അച്ഛനോ കണ്ണുനീർ വാർത്തുകൊണ്ട് ആ വെള്ളം കുടിച്ചു. കുടിക്കാതെ നിവർത്തിയില്ല, മരിച്ചുപോകും. എന്തുകൊണ്ട് കണ്ണുനീർ വാർത്തു? തെളിഞ്ഞ ജലം നിറഞ്ഞൊഴുകുന്ന യമുനാ നദിയുടെ കരയിൽ എനിക്ക് ചെളി കലക്കിയ വെള്ളം കുടിക്കാനിടയായല്ലോ എന്ന് ചിന്തിച്ച് കണ്ണുനീർ വാർത്തുകൊണ്ട് അദ്ദേഹം അത് കുടിച്ചു എന്നാണ്. നേരെ മറിച്ച് നമ്മുടെ ഒരു ശ്രീശ്വരനോ മറ്റുമാണെങ്കിൽ സന്തോഷം, യമുനാ ജലത്തേക്കാൾ രുചികരം ഈ വെള്ളം, യമുനാ ജലത്തേക്കാൾ രുചികരം. ഞാൻ കണ്ടിട്ടുണ്ട് ഗംഭീരന്മാരായ ചിലർ മരിക്കാൻ കിടക്കുന്നു, ശബ്ദിക്കാൻ വയ്യ, കണ്ണുനീരിങ്ങനെ ഒഴുകുന്നു. എന്താ കാര്യം? ഇന്നലെ വരെ താൻ അനുഭവിച്ച സുഖങ്ങൾ ഇന്നെനിക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ലല്ലോ. അതുകൊണ്ട് സുഖമനുഭവിക്കുന്നതിനൊന്നും തെറ്റില്ല. തത്വബോധത്തോടുകൂടി അനുഭവിക്കുക. അനുഭവിച്ചു കഴിഞ്ഞാൽ അവിടെ തീർക്കുക യജ്ഞം. കൃഷ്ണൻ പറയുന്ന യജ്ഞം. പാൽപ്പായസം കിട്ടിയാൽ കുടിക്കുക, തീർന്നു. നാളെ വേണോ? വേണ്ടേ വേണ്ട, വേണമെന്നുമില്ല. കിട്ടിയാൽ കുടിക്കാം, കിട്ടിയില്ലെങ്കിലോ അതിനേക്കാൾ സന്തോഷം. മനസ്സിനെ ആ നിലയിൽ മരുക്കിയെടുക്കാൻ ബ്രഹ്മബോധത്തിന് അദ്ഭുതമായ കഴിവുണ്ട്. എന്തെന്നോ, പാൽപ്പായസം കുടിച്ചാലും ഇല്ലെങ്കിലും പരമസുഖം, പരമസുഖം, യാതൊരു സംശയവുമില്ല. അല്ലയോ ലക്ഷ്മണ, ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം, വേഗേന നഷ്ടമായി സുമൂർക്ക നീ. അതാണ് അതിലൊക്കെ. നമ്മളിപ്പം ദിവസേന പത്രമെടുത്ത് നോക്കുക, എത്ര ചെറുപ്പക്കാർ, എത്ര മധ്യവയസ്കന്മാർ അവിചാരിതമായി പല കാരണങ്ങളാൽ മരിക്കുന്നു ഇന്നത്തെ പ്രപഞ്ചത്തിൽ. അവർക്കൊക്കെ അനുഭവമൊക്കെ മതിയായിട്ടാണോ മരിക്കുന്നത്? അതാണ് ജീവിതം. ഈ ജീവിതം വേഗേന നഷ്ടമായുസ്സുമോർക്ക നീ. ആയുസ്സെന്ന് പറയുന്ന ഏത് നിമിഷവും, ആരുടെ ആയുസ്സും, ഏത് ഗംഭീരന്റെ ആയുസ്സും ഏത് നിമിഷവും വിട്ടുപോകാം. നളിനീ തിളകത ജലമതി തരളം തദ്വത് ജീവിതമതിശയചബലം. ഭജഗോവിന്ദം പ്രൗഢാനുഭൂതിയിൽ മുഴുവൻ പദ്യങ്ങളും വിവരിച്ചിട്ടുണ്ട്. ഒക്കെ വായിച്ചു നോക്കുക. താമരയിലയിൽ പറ്റിയിരിക്കുന്ന വെള്ളത്തുള്ളി പോലെ നിസ്സാരമാണ് ഈ ജീവിതം. നളിനീ തിളകത ജലം അതിതരളം തദ്വത് ജീവിതം അതിശയചബലം. ഇതൊക്കെ വെറും ഒരു കവിതയ്ക്കോ സാഹിത്യഭംഗിക്കോ വേണ്ടി മാത്രം പഠിക്കുകയോ പ്രസംഗിക്കുകയോ ചെയ്തുകൊണ്ട് ഒരു വിശേഷവുമില്ല. ഇതൊക്കെ ഈ ബ്രഹ്മചിന്തയോടൊപ്പം രാഗദ്വേഷങ്ങൾ ഒഴിവാക്കി ജീവിതത്തിൽ നടപ്പാക്കണം. ആചാര്യസ്വാമികൾ പറയുന്നു, വിദ്യവിവ്യാത്യഭിമാനഗ്രസ്തം
ലോകം ശോകഹതം ച സമസ്തം. ഇന്ന് പത്രമെടുത്ത് വായിക്കുകയോ ഇല്ലെങ്കിൽ അടുത്തുള്ള വീടുകളിലെ സ്ഥിതി പരിശോധിച്ച് നോക്കുകയോ ചെയ്യുക. എല്ലാ സൗഭാഗ്യവുമുണ്ട്. പക്ഷേ ചെറിയ ചെറിയ പ്രശ്നങ്ങളിൽ അഭിമാനം, ദുരഭിമാനം, രാപകൽ വീടുകളിൽ കലഹവും അസ്വസ്ഥതയും. അവിടെ പിന്നെ എത്ര രുചികരമായ ഭക്ഷണം ഉണ്ടായാലെന്താ, അത്യന്തം മൃദുവായ കിടക്ക ഉണ്ടായാലെന്താ, പലരും കിടക്കകളിൽ കമന്ന് കിടന്ന് കണ്ണുനീർ വാർക്കുകയാണ്. അല്ല, ഒന്നാം തരം കിടക്ക, പക്ഷെ കണ്ണുനീർ വാർക്കാനാണ്. AC മുറി ഇരുന്ന് കണ്ണുനീർ ഒഴുക്കാനാണ്. അല്ല, നല്ല ആനന്ദമുണ്ടെങ്കിൽ കുടിലിൽ താമസിച്ചാൽ മതി, AC മുറിയിൽ വേണമെങ്കിലും താമസിക്കാം, ഒരു ദോഷവുമില്ല. വേഗേന നഷ്ടമായി സുമോർക്ക നീ വന്യസന്തപ്തലോഹസ്തംബു ബിന്ദുനാ സന്നിഭം മർത്യജന്മം ക്ഷണഭംഗുരം. ഇതൊക്കെ നമുക്ക് അർത്ഥം മനസ്സിലാവും. തിളച്ചങ്ങനെ ഇരിക്കുന്ന ഒരു ഇരുമ്പ് കഷ്ണത്തിൽ ഒരു തുള്ളി വെള്ളം വീണാൽ ആ വെള്ളത്തിന് എന്തുമാത്രം ആയുസ്സുണ്ടാവും? അത്രയൊക്കെ ഉള്ളൂ മനുഷ്യജീവിതത്തിനും ലക്ഷ്മണ. അതുകൊണ്ട് നീ ഈ ബഹളമൊന്നും കൂട്ടിയിട്ടൊരു കാര്യവുമില്ല. എന്ന് വെച്ചാൽ ആർക്കും എന്തിനും വഴങ്ങിക്കൊടുക്കണമെന്നൊന്നുമല്ല ഇതിനർത്ഥം. എവിടെ ബഹളം കൂട്ടണം, എവിടെ വഴങ്ങണം എന്നൊക്കെ തത്വബോധമുള്ള ഒരാളിൻ്റെ ഹൃദയം വ്യക്തമായി കാട്ടിക്കൊടുക്കും. അല്ലാതെ രാമൻ ഒരു ഭീരുവിനെ പോലെ എന്തിനും വഴങ്ങി കാട്ടിൽ പോവുകയല്ല ചെയ്യുന്നത്. അത്രയേ ഉള്ളൂ. തിളച്ചിരിക്കുന്ന ഒരു ഇരുമ്പ് കഷ്ണത്തിൽ ഒരു തുള്ളി വെള്ളം. ദിവസവും പത്രത്തിൽ കാണാം, അദ്ദേഹം ചായ കുടിച്ചുകൊണ്ടിരുന്നു, കുഴഞ്ഞു വീണ് മരിച്ചു. മുൻ നിമിഷം വരെ യാതൊരു അസുഖവുമില്ലായിരുന്നു. എന്താന്ന് വെച്ചാൽ മനസ്സിന്റെ അസ്വസ്ഥതയാണ് ടെൻഷൻ. അതാണ് ഇന്ന് ഇത്തരം അസുഖങ്ങൾക്കും കുഴഞ്ഞു വീണ് മരിക്കലുകളിലും ഒക്കെ കാരണം. ഒരു നിമിഷം ഈ വ്യവഹാര തലത്തിൽ മനുഷ്യന് സ്വസ്ഥതയില്ല, ഒരു ഭരണാധികാരിക്കുമില്ല. എന്താ, അതൊക്കെ നിങ്ങൾ പത്രം വായിക്കുന്ന നിങ്ങളോട് ഞാൻ പറയണമെന്നില്ലല്ലോ. ഇതൊക്കെ ഈ ജഗത്തിൻ്റെ ഇല്ലായ്മ, ജഗത്തില്ല മിഥ്യ, ബ്രഹ്മസത്യം ജഗൻ മിഥ്യ. കുറച്ചുകൂടെ ഉണ്ട് ആ ഭാഗം. നമ്മൾ നാളെ അത് കുറച്ചുകൂടെ വേഗം വായിച്ചു പോകും. ഈ ജഗൻ മിഥ്യാത്വം വായിച്ചിട്ട് അത് കഴിഞ്ഞാൽ ജീവോ ബ്രഹ്മൈവ എന്ന ഭാഗമാണ് അടുത്ത് ശ്രീരാമൻ ലക്ഷ്മണന് വിവരിച്ചു കൊടുക്കുന്നത്. അത് നമ്മൾ നാളെ എടുക്കും. ഇത്രയൊക്കെ മതി നല്ലവണ്ണം ചിന്തിക്കാൻ കഴിവുള്ള ആളുകൾക്ക്. രാമായണത്തിലെ ഈ അയോധ്യാകാണ്ഡത്തിലെ ലക്ഷണോപദേശം മാത്രം വായിച്ചാൽ സകല വേദാന്ത തത്വവും അനുഭവിച്ചറിയാൻ ഒരു പ്രയാസവും ഉണ്ടാവില്ല. സാക്ഷാൽ രാമദേവൻ അതിന് നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമസ്കാരം.